അങ്ങനെ ഓണവും സദ്യയും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോഴാണോ നമ്മൾ ഓർത്തത് നമ്മൾ പായസം ഉണ്ടാക്കിയില്ലല്ലോ എന്ന്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കയ്യിൽ നമ്മളെ പായസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പം പെട്ടെന്ന് വൈകുന്നേരം നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ തോന്നുന്നാൽ പിന്നെ പോയി വേഗം പായസം ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാനും അമ്മ ഇതാ അടുക്കളയിലേക്ക് വന്നത്. ആദ്യം തന്നെ നമ്മളെ പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനത് വറുക്കുന്ന സമയം കൊണ്ട് അമ്മായി വേഗം തന്നെ തേങ്ങ ചിരണ്ടാൻ പോയിട്ടോ. അപ്പോൾ ഓരോ പണി ഓരോരുത്തർ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പായസം കുടിക്കാമല്ലോ എന്ന് കരുതി കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നമ്മളെ പരിപ്പൊന്ന് കഴുകിയിട്ട് ഇനിയിപ്പം വേവിക്കാൻ വെക്കണം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള വെല്ലമൊക്കെ ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മളെ തേങ്ങ ചിരണ്ടിയത് നമ്മൾ മിക്സിയിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ഘടകമാണല്ലോ ഈ തേങ്ങാപ്പാലും അതേപോലെ തന്നെ ഈ വെല്ലം ഉരുക്കലൊക്കെ ആണല്ലോ നമ്മൾ ഈ ഒരു പായസത്തിൻ്റെ ഘടകം. അങ്ങനെ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ തരം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ പരിപ്പൊക്കെ വന്ന് നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരു ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ അതിലേക്ക് വെല്ലം ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ 3-ാം പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മളിതാ ഇതിലേക്ക് നല്ല ജീരകവും ഏലക്കായും ചുക്കും കൂടി ഒന്ന് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടാൽ നമ്മളെ പ്രഥമൻ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1-ാം പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന മറ്റൊരു ഘടകമാണല്ലോ നമ്മളെ വറവ്. നമ്മൾ കുറച്ചധികം തന്നെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നല്ല നെയ്യിൽ വറുത്തിട്ട് ഇട്ടാൽ നമ്മുടെ പ്രഥമൻ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് സംസാരിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. കാരണം നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ പ്രഥമന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്രാവശ്യം പ്രഥമനൊക്കെ ഉണ്ടാക്കിന് ഓണത്തിന്.